മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ തനിക്കെതിരെയുള്ള കേസുകൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ് ഉത്തരവിട്ടത്. ജാമ്യ ഹർജി ഈ മാസം 15-ന് പരിഗണിക്കും. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. FISലെ ആരോപണങ്ങൾ ബലാത്സംഗത്തിന്റെ നിർവചനത്തിൽപ്പെടുന്നതല്ല. നിർബന്ധിത ഗർഭചിത്രം എന്ന ആരോപണം കേസിന്റെ വസ്തുതകൾ വഴിതെറ്റിക്കാനുള്ള പോലീസിന്റെ ശ്രമമാണ്. അത് തെളിയിക്കാനുള്ള രേഖകൾ കൈവശമുണ്ടെന്നുമാണ് രാഹുലിന്റെ ഹർജിയിൽ പറയുന്നത്. വളരെ വൈകിയാണ് പരാതിക്കാരി പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. അത് BNSS നിർദ്ദേശിക്കുന്ന നടപടിക്രമത്തിന് വിരുദ്ധമാണ്. പ്രിയങ്ക ശ്രീവാത്സവ കേസിലും ലളിതകുമാരി കേസിലും സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പാലിക്കാതെയാണ് അതിജീവിത പരാതി നൽകിയതെന്നാണ് ഹർജിയിൽ പറയുന്നത്. FIRന്റെയോ FISന്റെയോ പകർപ്പ് തനിക്ക് നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. വൈകിയെത്തുന്ന പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. തന്റെ കേസിൽ അതിനും പോലീസ് തയ്യാറായിട്ടില്ല. അറസ്റ്റ് ഭയമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകാൻ അവസരം ലഭിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാണ്. പ്രതിയെ ഇരുമ്പഴിക്കുള്ളിലാക്കി തെളിവുകൾ ശേഖരിക്കുന്നതല്ല, കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രതിക്ക് അവസരം നൽകുന്നതാണ് പ്രായോഗികമായ കാര്യം. പിന്നീട് പ്രതി സഹകരിക്കുന്നില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനും കീഴ്ക്കോടതി മുൻപാകെ കീഴടങ്ങാൻ നിർദ്ദേശിക്കാനും ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നത്. ബന്ധം തകർന്നപ്പോഴാണ് ബലാത്സംഗ പരാതിയുമായി വന്നിരിക്കുന്നത്. ബന്ധം തകരുമ്പോൾ ഉഭയസമ്മതപ്രകാരം നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് മഹേഷ് ദാമുക്കരെ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയ കാര്യം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ടെലിവിഷൻ മാധ്യമപ്രവർത്തകയുമായി ഏറെ അടുപ്പത്തിലായിരുന്നുവെന്നും സ്വകാര്യ സംഭാഷണത്തിന്റെ ചില വോയിസ് ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് അകന്നതെന്നും ഹർജിയിൽ പറയുന്നു. സ്വകാര്യതയെ ബാധിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ടത് താനാണെന്ന് പരാതിക്കാരി സംശയിച്ചു. ആരാണത് പുറത്തുവിട്ടതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പരാതിക്കാരി കുറെ നാളത്തേക്ക് അവധിയെടുത്തിരുന്നു. തിരികെ പ്രവേശിക്കാനെത്തിയപ്പോൾ താനുമായി അടുപ്പത്തിലാണെന്ന് എഴുതി നൽകണമെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടെന്ന് പരാതിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരി വിവാഹിതയാണെന്ന വിവരം തനിക്ക് അറിയാമായിരുന്നു. അതിനാൽ വോയിസ് ക്ലിപ്പുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഉന്നയിക്കേണ്ടതില്ലെന്നാണ് ഇരുവരും തീരുമാനിച്ചത്. എന്നാൽ താൻ രാഷ്ട്രീയ പ്രവർത്തകനായതിനാൽ മാധ്യമങ്ങൾ വ്യാപക പ്രചാരണം നൽകി. എതിർപക്ഷത്തുള്ളവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചു. ഇതോടെയാണ് പരാതിക്കാരി തന്നെ തള്ളിപ്പറയുന്നതെന്നും രാഹുലിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.